إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സൃഷ്ടാവായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാൻ എന്ന അതിഥി നമ്മിൽ നിന്ന് വിട പറയാൻ 2-3 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിശുദ്ധമായ റമദാനിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഖുർആൻ പറഞ്ഞതുപോലെ ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ പരസ്പരം നന്മകളിൽ മത്സരിക്കണം. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട ദിനരാത്രങ്ങളാണ്, രാവുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. വിശുദ്ധ ഖുർആൻ പാരായണത്തിലൂടെ, നമസ്കാരങ്ങളിലൂടെ, ദിക്റുകളിലൂടെ, ദുആകളിലൂടെ
ഇബാദത്തുകളിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ സജീവമാകുക. നമ്മുടെ മുഴുവൻ കർമ്മങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് അവസാനിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഇന്നത്തോടുകൂടി 27 നോമ്പ് നമ്മൾ ഇൻഷാ അല്ലാഹ് പൂർത്തീകരിക്കുകയാണ്. ഈ 27 നോമ്പുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൈവരിക്കാൻ പറഞ്ഞ തഖ്വ നേടിയെടുക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സൃഷ്ടാവായ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ഈ 27 നോമ്പുകളിലൂടെ 5 നേരത്തെ ഫർദ് നമസ്കാരങ്ങളും അതിന്റെ കൂടെയുള്ള റവാത്തിബ് സുന്നത്തുകളും കൃത്യമായി നിർവഹിക്കുന്നവനായി നമുക്ക് മാറാൻ സാധ്യമായിട്ടുണ്ടോ? ഓരോ ദിവസവും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, അതിന്റെ ആയാത്തുകൾ മനഃപ്പാഠമാക്കുന്ന, അതിന്റെ ആശയങ്ങൾ പഠിക്കുന്ന, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരായി നമുക്ക് മാറാൻ സാധ്യമായിട്ടുണ്ടോ? ഇത്രയും ദിവസങ്ങളിലൂടെ ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്നും സംസാരങ്ങളിൽ നിന്നും അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ നിന്നും നമുക്ക് മുക്തമാകാൻ സാധ്യമായിട്ടുണ്ടോ? ഇസ്തിഗ്ഫാറിലൂടെയും തൗബയിലൂടെയും താൻ ചെയ്ത പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് പാപമുക്തമായ മനസ്സിന്റെ ഉടമയാകാൻ നമ്മളെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ചോദ്യങ്ങൾക്കെല്ലാം അതേ എന്ന ഉത്തരമാണെങ്കിൽ ഈ റമദാൻ നമുക്ക് ഉപകാരപ്പെട്ടു. നമ്മുടെ ഉത്തരം അല്ല എന്നാണെങ്കിൽ ആ റമദാൻ നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. നമ്മൾ ചെയ്ത എല്ലാവിധ അമലുകളും നമുക്ക് ബാത്തിലായി പോകും. ആ വിശുദ്ധ റമദാനിലൂടെ എന്താണോ അല്ലാഹുവും റസൂലും നമ്മളോട് നേടാൻ പറഞ്ഞത് അത് കൃത്യമായി നേടിയിട്ടായിരിക്കണം ഈ റമദാനിനോട് നമ്മൾ വിട പറയേണ്ടത്. റമദാനിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോ ആദ്യമായി നൽകാനുള്ള ഉപദേശം എന്തെന്നറിയുമോ? ഈ വിശുദ്ധ റമദാനിൽ എങ്ങനെയാണോ നാം ജീവിച്ചത്, എങ്ങനെയാണോ ഇബാദത്തുകൾ അനുഷ്ഠിച്ചത്, എങ്ങനെയാണോ സൽക്കർമ്മങ്ങളിൽ മുന്നേറിയത്, ആ രൂപത്തിൽ മരണം വരെ നമുക്ക് ജീവിക്കാൻ സാധ്യമാകേണ്ടതുണ്ട് എന്ന ഉപദേശം നമ്മൾ സ്വീകരിക്കണം. പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, കുൻ റബ്ബാനിയൂൻ വലാ റമദാനിയൂൻ. നിങ്ങൾ റബ്ബിന്റെ ആളുകളാകണം, ഒരിക്കലും റമദാനിന്റെ ആളുകളാകരുത്. കുൻ ആബിദുർ റഹ്മാൻ, നിങ്ങൾ പരമകാരുണ്യകനായ അല്ലാഹുവിനെ ആരാധിക്കുന്ന ആളുകളായി മാറണം. വലാ ആബിദുർ റമദാൻ, വർഷത്തിൽ കടന്നു വരുന്ന ഒരു മാസത്തെ നിങ്ങൾ ആരാധിക്കുന്നവരായി മാറരുത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതുപോലെ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. കേവലം ഒരു ദിവസത്തെ മാത്രം, ഒരു ആഴ്ചയിൽ മാത്രം, ഒരു മാസത്തിൽ മാത്രമല്ല നിങ്ങൾ അമൽ ചെയ്യേണ്ടത്. വർഷത്തിൽ വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോ ആ റമദാനിൽ മാത്രമല്ല നിങ്ങൾ അമൽ ചെയ്യേണ്ടത്, മറിച്ച് വഅബ്ദു റബ്ബക, നിന്റെ രക്ഷിതാവിനെ നീ ആരാധിക്കണം, അവനെ ഇബാദത്ത് ചെയ്യണം. ഹത്താ യഅതിയകൽ യഖീൻ, നിന്റെ മരണം നിന്നിലേക്ക് സംഭവിക്കുന്നത് വരെ. ആ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ വിശ്വാസിനികളെ, നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഉപദേശം, എങ്ങനെയാണോ നമ്മൾ റബ്ബിനെ ഭയപ്പെട്ടത്,
എങ്ങനെയാണോ നമ്മൾ സൽക്രമങ്ങളിൽ മുന്നേറിയത്, എങ്ങനെയാണോ ഓരോ ദിവസവും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തത്, എങ്ങനെയാണോ രാത്രി നമസ്കാരങ്ങൾ നമ്മൾ നമസ്കരിച്ചത്, എങ്ങനെയാണോ തന്റെ സമ്പത്തിന്റെ വിഹിതം അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖയിലൂടെ നമ്മൾ നൽകിയത്, അതുപോലെ റമദാനിന് ശേഷം നമുക്ക് ജീവിക്കാൻ സാധ്യമാകുമെങ്കിൽ ആ റമദാൻ നമുക്ക് ഉപകാരപ്പെട്ടു. ഇനി രണ്ടാമത്തെ ഉപദേശം എന്ന് പറയുന്നത്, നമ്മുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. വിശുദ്ധ റമദാനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, റമദാൻ കടന്നു വരുമ്പോ സ്വർഗലോകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും പിശാചിനെ ചങ്ങലയിൽ ബന്ധിക്കപ്പെടുകയും ചെയ്യുന്ന മാസമാണ്. എന്നാൽ ഈദുൽ ഫിത്റിന്റെ ശവ്വാൽ 1 ദിവസം മുതൽ ആ പിശാച് ചങ്ങലയിൽ നിന്ന് മോചിതനാകും. നമ്മളെ വഴിപിഴപ്പിക്കാൻ കാത്തിരിക്കുകയാണ്. എല്ലാവിധ തിന്മകളിലേക്കും കൊണ്ടുപോകാൻ കാത്തിരിക്കുന്ന പിശാചിനെയാണ് നമ്മൾ റമദാനിന് ശേഷം സൂക്ഷിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്ന ശൈത്താന ലക്കും അദൂ, പിശാച് ഇബ്ലീസ് നിങ്ങളുടെ മുഖ്യ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ, ആ പിശാചിനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ ഗണിക്കണേ. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, തന്റെ പക്ഷക്കാരെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്. ആ പിശാചിനെ നിങ്ങൾ മുഖ്യ ശത്രുവായി കാണണം. ആ പിശാച് നമ്മളെ വഴിപിഴപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവിനോട് എന്നോ കൊടുത്ത കരാറാണ്. നോക്കൂ, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം, ആദം അലൈഹിസ്സലാമിനെ സുജൂദ് ചെയ്യാൻ മലക്കുകളോട് അല്ലാഹു പറഞ്ഞൊരു സന്ദർഭമുണ്ട്. ഫസജദു, മലക്കുകൾ ഒന്നടങ്കം സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, പിശാച് ഒഴികെ എല്ലാവരും ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തു. എന്താ പിശാച് കാണിച്ചത്? അബാ വസ്തക്ബർ, വിസമ്മതിച്ചു, അഹങ്കരിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, യാ ഇബ്ലീസ് മാ മനഅക്, എന്താണ് നിന്നെ തടസ്സമുണ്ടാക്കിയത് ആദമിന് സുജൂദ് ചെയ്യാൻ? ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞു, അന ഖൈറും മിൻഹു, ആദമിനേക്കാൾ ഖൈർ ഞാനാണ്. ഖലഖ്തനീ മിൻ നാർ, എന്നെ പ്രകാശത്തിൽ നിന്ന് തീയിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വഖലഖ്തഹു മിൻ തുറാബ്, ആദമാകട്ടെ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ആദമിന് തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യില്ല എന്ന അഹങ്കാരത്തിന്റെ സ്വരം പിശാച് ആദ്യമായി ഉരുവിടുകയാണ്. അവിടെ വെച്ച് അല്ലാഹു പിശാച് നടത്തുന്ന ചില സംസാരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനോട് കൽപ്പിക്കുന്നുണ്ട്, ഖാല ഫഖുർജു മിൻഹാ ഫഇന്നക റജീം, ഇവിടെ നിന്ന് നീ പുറത്തു പോകണം, എന്റെ എല്ലാവിധ ശാപവും നാശവും നിനക്കുണ്ട്. വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ, എന്റെ ശാപം അന്ത്യനാൾ വരെ നിനക്കുണ്ടായിരിക്കും. ആ സമയത്ത് പിശാച് അല്ലാഹുവിനോട് ഒരു അവധി ചോദിക്കുന്നുണ്ട്. ഖാല ഫഅൻദുർനി ഇലാ യൗമി യുബഅസൂൻ, അന്ത്യനാൾ വരെ റബ്ബേ എനിക്ക് നീ സമയം നൽകണേ. എന്തിനാ സമയം എന്നറിയോ? നമ്മളെ വഴിപിഴപ്പിക്കാൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനോട് പറയുന്നുണ്ട്, ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, ഒരു നിശ്ചിത സമയം വരെ നിനക്ക് ഞാൻ അവധി തരാം, അന്ത്യനാൾ വരെ നിനക്ക് സമയം നൽകും. അപ്പൊ പിശാച് അല്ലാഹുവിനോട് പറയുന്നുണ്ട്, ലഉഖ്വിയന്നഹും അജ്മഈൻ, എല്ലാവരെയും ഞാൻ വഴിപിഴപ്പിക്കും. നിന്റെ അടിമകളെ ഓരോരുത്തരെ ആയിക്കൊണ്ട് ഞാൻ തെറ്റിലേക്ക് നയിക്കും, തിന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. എന്നിട്ട് പിശാച് തന്നെ പറയുന്നുണ്ട്, ഇല്ലാ ഇബാദക മിൻഉൽ മുഖ്ലസീൻ, നിഷ്കളങ്കരായ തഖ്വയുള്ള ആത്മാർത്ഥതയുള്ള ആളുകളെ എനിക്ക് വഴിപിഴപ്പിക്കാൻ സാധ്യമല്ല കേട്ടോ. അവിടെയാണ് ഒരു നോമ്പുകാരൻ മനസ്സിലാക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ
കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. വിശുദ്ധ റമദാനിലെ നോമ്പിന്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്താ? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം, തഖ്വയാർന്ന ജീവിതം നയിക്കണം. ആ തഖ്വ പാലിക്കുന്ന ആളുകളെ റബ്ബേ എനിക്കൊരിക്കലും വഴിപിഴപ്പിക്കാൻ സാധ്യമല്ല എന്ന് അന്ന് പിശാച് റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്. ആ മുഖ്ലിസീങ്ങളാകണം ഓരോ സ്വൈമുകാരും നോമ്പുകാരും. ഈ റമദാനിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത തഖ്വ നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ മുഖ്യ ശത്രുവായ പിശാചിന്റെ സഹോദരങ്ങളെ ഒരിക്കലും വഴിപിഴപ്പിക്കാൻ സാധ്യമാകുകയില്ല. ആ പിശാച് നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് ദുർബോധനം നടത്തുമ്പോ ആ തഖ്വ നമുക്കൊരു പരിചയാകണം. നോക്കൂ, തഖ്വ പാലിക്കുന്ന ആളുകൾക്കാണ് ഇഹലോകത്തും പരലോകത്തും വിജയമുള്ളത്. അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ സൂക്ഷിക്കേണ്ട വിധം നമ്മൾ സൂക്ഷിച്ച് ജീവിച്ചാൽ എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് കൊടുക്കുന്ന ഖൈർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇന്ന് ഈ ലോകത്ത് ആവശ്യം, ഒരാൾക്ക് റിസ്ക് ആവശ്യമാണ്, ജോലി വേണം, സമ്പത്ത് വേണം, കുടുംബത്തെ നോക്കണം. ആ റിസ്ക് അല്ലാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒറ്റ ഷർത്ത് മാത്രമേ ഉള്ളൂ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. വമൻ യത്തഖില്ലാഹ്, അല്ലാഹുവിനെ ആരെങ്കിലും സൂക്ഷിച്ച് ജീവിച്ചാൽ യജ്അൽ ലഹു മഖ്റജാ, അവന് ജീവിതത്തിൽ അല്ലാഹു ഒരു പോംവഴി കാണിച്ചു കൊടുക്കുന്നതാണ്. എന്താണ് പോംവഴി എന്നറിയുമോ? അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അവൻ അല്ലാഹു ഉപജീവന മാർഗം നൽകുന്നതാണ്. അള്ളാഹുവിനെ ഒരാൾ സൂക്ഷിച്ചാൽ, ആ തഖ്വ പാലിച്ചാൽ അള്ളാഹു അവന് റിസ്ക് നൽകും, സമ്പത്ത് നൽകും, അനുഗ്രഹങ്ങൾ നൽകും, ഉപജീവന മാർഗം വിശാലമാക്കി കൊടുക്കും. ആ മുഖ്ലിസീങ്ങൾക്കാണ് പിശാചിന് വഴിപിഴപ്പിക്കാൻ സാധ്യമാകാത്ത യഥാർത്ഥ നോമ്പുകാർക്കാണ് അൽ ജന്നത്തു ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ എന്ന് ഖുർആൻ വാഗ്ദാനം നൽകിയത്. നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗ്ഗം അൽ ജന്നത്തു ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, സത്യവിശ്വാസികളായ മുത്തഖീങ്ങൾക്ക് തയ്യാറാക്കി വെച്ചതാണ്. മനുഷ്യരിൽ നരകം കാണാത്തവരായി ആരും ഉണ്ടാവുകയില്ല. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. ആ നരകത്തിന്റെ വക്കിലേക്ക് കടന്നു വരും. അവിടെ അല്ലാഹു രക്ഷപ്പെടുത്തുന്നത് തഖ്വയുള്ള സ്വൈമീങ്ങളെയാ, നോമ്പുകാരെയാ. ثم ننجي الذين اتقوا ثم ننجي الذين اتقوا. അവിടെ അല്ലാഹു രക്ഷപ്പെടുത്തുന്നത് തഖ്വ പാലിച്ച ആളുകളെയാണ്. അതുകൊണ്ട് റമദാൻ അവസാനിക്കുമ്പോ നമ്മൾ പിശാചിനെ സൂക്ഷിക്കാൻ മറക്കരുത്. ഓരോ തിന്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോഴും ആ തഖ്വയോടുകൂടി നിലകൊള്ളാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധ്യമാകണം. ഇനി സഹോദരങ്ങളെ, ഈ റമദാനിന്റെ അവസാന ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിന് വളരെ പ്രസക്തിയുണ്ട്. ഹദീസ് നമ്മൾ കേട്ടതാണ്, പക്ഷെ അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എന്താണെന്നറിയോ? ലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഒരു സന്തോഷം ഹീന യുഫ്തിർ, അന്നപാനീയങ്ങൾ ഒഴിവാക്കി രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന ആ മനുഷ്യൻ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ സന്തോഷം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് വഫർഹത്തുൻ ഹീന യൽഖാ റബ്ബഹു, നാളെ തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന സമയത്താണ് ഒരു നോമ്പുകാരന് സന്തോഷമുണ്ടാവുക. ആ സന്തോഷം നമ്മളിൽ എത്ര പേര് ആഗ്രഹിച്ചിട്ടുണ്ട്? അള്ളാഹു നമുക്ക് ജീവിതം നൽകിയത്, ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മെ സൃഷ്ടിച്ച, നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്ന, നമ്മെ പരിപാലിക്കുന്ന, ഈ ലോകത്തെ സൃഷ്ടിച്ച, സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച, രാവും പകലും മാറി മാറി വരുന്ന സംവിധാനങ്ങളെ ഏർപ്പെടുത്തിയ അള്ളാഹുവിനെ നമുക്ക് നാളെ കണ്ടുമുട്ടണ്ടേ? ആ ലിഖാഇനെ, കണ്ടുമുട്ടലിനെ ആഗ്രഹിക്കാത്തവരാരാ? ആ കണ്ടുമുട്ടലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ റമദാൻ അവസാനിക്കുമ്പോ ഒരു നോമ്പുകാരന്റെ രണ്ടാമത്തെ സന്തോഷം അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹമായിരിക്കണം. അതിനൊരു കാര്യം മാത്രമേ ഖുർആൻ പറഞ്ഞുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി
ആരെങ്കിലും തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫല്യഅമൽ അമലൻ സാലിഹാ, അവന് ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അല്ലാഹുവിൽ യാതൊന്നിനെയും അവന് പങ്കു ചേർക്കാതിരിക്കട്ടെ. രണ്ട് കണ്ടീഷൻ, രണ്ട് ഷർത്ത് മാത്രമേ റബ്ബ് വെക്കുന്നുള്ളൂ. ഒന്ന് ഫല്യഅമൽ അമലൻ സാലിഹാ, നല്ല കർമ്മങ്ങൾ ചെയ്യാം. രണ്ട് വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക. ഇത് രണ്ടുമുണ്ടെങ്കിൽ ആ റബ്ബിനെ നമുക്ക് സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടാൻ സാധ്യമാകും. ഇതുപോലത്തെ ഒരു വെള്ളിയാഴ്ച ദിവസം സഹോദരങ്ങളെ, സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു രംഗം നമ്മുടെ ജീവിതത്തിൽ വരാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാം. നമ്മെ സൃഷ്ടിച്ച റബ്ബിനെ കണ്ടുമുട്ടി ആ റബ്ബിനോട് സംസാരിക്കാൻ നമുക്ക് ആഗ്രഹമില്ലേ? ഇന്നല്ലാഹ ജമീലുൻ, അല്ലാഹു ഭംഗിയുള്ളവനാ. യുഹിബ്ബുൽ ജമാൽ, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. കണ്ണിമ വെട്ടാതെ റബ്ബിനെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവന്റെ അടിമകൾ. ആ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഒരു താഴ്വരയിൽ നാളെ ഒരുമിച്ച് കൂടും. അതിനു മുമ്പ് സ്വർഗവാസികളോട് വിളിച്ചു പറയും, ഇന്ന റബ്ബക്കും യസ്തസീറുക്കും അലാ സിയാറത്തിഹി, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു സ്വർഗവാസികളെ. യഖൂലൂന സംഅൻ വതആ, അവർ കേൾക്കും അനുസരിക്കും. ഫയസ്തവൂന അലാ ദുഹൂരിഹാ മുസ്രിഈൻ, അല്ലാഹുവിനെ കാണാൻ വാഹനപ്പുറത്ത് പോകാൻ വേണ്ടി അവർ റെഡിയാകും. ഹത്താ ഇദാ ഇൻതഹു ഇലാ വാദിൽ അഫ്യ, വാദിൽ അഫ്യ എന്ന് പറയുന്ന താഴ്വരയിൽ അവരെത്തും. ആരെ കാണാനെന്നറിയോ? റബ്ബിനെ കാണാൻ. നോമ്പുകാരൻ ആഗ്രഹിക്കേണ്ട ആഗ്രഹമാണ്. ആ റബ്ബിനെ കണ്ടുമുട്ടുന്ന സാഹചര്യമുണ്ട്. എങ്ങനെയെന്നറിയോ? അമറല്ലാഹു ബികുർസിഹി, അല്ലാഹു അവന്റെ കുർസി കൊണ്ടുവരാൻ ആജ്ഞാപിക്കുകയാണ്. ഫനുസിബത്ത് ഹുനാക, അല്ലാഹുവിന്റെ കുർസി അവിടെ സ്ഥാപിക്കപ്പെടും. സുമ്മ നുസിബത്ത് ലഹും മനാബിറും മിൻ നൂർ, അല്ലാഹുവിന്റെ കുർസിയുടെ അടുത്തായി കൊണ്ട് പ്രകാശത്തിന്റെ മനാബിറുകൾ, ഇരിപ്പിടങ്ങൾ അങ്ങനെ സ്ഥാപിക്കപ്പെടുകയാണ്. സുമ്മ നുസിബത്ത് ലഹും മനാബിറും മിൻ ലുഅ്ലുഅ്, മുത്തുകളുടെ പവിഴങ്ങളുടെ മനാബിറുകൾ വീണ്ടും സ്ഥാപിക്കപ്പെടുകയാണ് അതിന്റെ പുറകിലായി. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, മനാബിറും മിൻ സബർജദ്, പവിഴമാർന്ന കല്ലുകൾ കൊണ്ടുള്ള ഇരിപ്പിടം അതിന്റെ പുറകിലുണ്ട്. വമനാബിറും മിൻ ദഹബ്, സ്വർണത്തിന്റെ ഇരിപ്പിടങ്ങളുണ്ട്. വമനാബിറും മിൻ ഫിദ്ദ, വെള്ളിയുടെ ഇരിപ്പിടങ്ങളുണ്ട്. ഓരോ ആളുകളും അമൽ ചെയ്തതിന്റെ കാറ്റഗറി അനുസരിച്ച് അല്ലാഹു ഇരിപ്പിടങ്ങൾ തയ്യാറാക്കി വെക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വലസ അദ്നാഹും, അതിന് താഴെയുള്ള ആളുകളുണ്ട്, പക്ഷെ അല്ലാഹു ഒരിക്കലും അവരെ കുറക്കുകയില്ല. വഹാശാഹും അൻ യകൂന ഫീഹിം, കസ്തൂരിയുടെ മലകളിലേക്ക് അവരിങ്ങനെ ചാരിയിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഓരോ ഇരിപ്പിടങ്ങൾ അല്ലാഹു ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ട് കസ്തൂരിയുടെ കുന്നിന്മേലും ചാരിയിരിക്കുന്ന ആളുകളുണ്ടാവും. ആ സമയത്ത് യാ അഹ്ലൽ ജന്ന, സ്വർഗ്ഗക്കാരെ, ഇന്നലക്കും ഇൻദല്ലാഹി മൗഇദ, അല്ലാഹു പറഞ്ഞ വാഗ്ദാനം അല്ലാഹു നിറവേറ്റിയിരിക്കുന്നു. എന്താണ് റബ്ബ് പറഞ്ഞ വാഗ്ദാനം എന്ന് ചോദിക്കും. അപ്പോൾ മലായികത്തുകൾ പറയും, അലം യുബയ്യിദു ഉജൂഹന, ഇന്ന് നിങ്ങളുടെ മുഖത്ത് അല്ലാഹു പ്രകാശിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ദിവസമാണ്. നിങ്ങളുടെ തുലാസ് കനം തൂക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ദിവസമാണെന്ന്. വയദ്ഖുൽനൽ ജന്ന, നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ദിവസമാണെന്ന്. വയുസഹ്സിഉനാ അനിൻ നാർ, നരകത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ദിവസമാണെന്ന്. അങ്ങനെ പെട്ടെന്നൊരു പ്രകാശം അങ്ങ് കടന്നു വരികയാ. ഫഇദൽ ജബ്ബാറു ജല്ല ജലാലുഹു ഖദ് അശ്റഫ അലൈഹിം ഫൗഖഹും, പ്രകാശത്തിന്റെ ഹിജാബ് മറനീക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അങ്ങനെ ഇറങ്ങി വരികയാ. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു രംഗം
ആ ഒരു കണ്ടുമുട്ടലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആ ലിഖാഇന് വേണ്ടി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബിനെ കൺകുളിർക്ക് കാണാനും ആ റബ്ബിനോട് സംസാരിക്കാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതാണ് ഒരു നോമ്പുകാരന്റെ രണ്ടാമത്തെ സന്തോഷമായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഫല്യഅമൽ അമലൻ സാലിഹ, സൽക്കർമ്മങ്ങൾ ചെയ്യണം. റമളാനിൽ മാത്രമല്ല, റമളാനിന് ശേഷമുള്ള ജീവിതത്തിലും. വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദ, എന്ത് പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും തന്റെ തൗഹീദ് പണയപ്പെടുത്താതെ, ശിർക്ക് സംഭവിക്കാതെ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമായാൽ ആ ലിഖാഇന് നമുക്ക് ഭാഗ്യമുള്ളവരാകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്ത ചില വിഭാഗക്കാരുണ്ട്. അവർക്ക് അല്ലാഹു പറഞ്ഞു, ദുനിയാവ് മാത്രം മതി, അതിൽ സംതൃപ്തി അടഞ്ഞ ആളുകളാണ്. അതിൽ സമാധാനം കണ്ടെത്തിയ ആളുകളാണ്. ഈ ദുനിയാവ് കുറച്ച് മാത്രമേ ഉള്ളൂ. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ എന്ന് റമളാനിന് മുമ്പ് പ്രാർത്ഥിച്ചവരുണ്ട്. റബ്ബേ, എന്നെ റമളാനിലേക്ക് എത്തിപ്പിക്കണേ. ഒരുപാട് പേര് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ട് ഈ റമളാൻ നമുക്ക് കിട്ടി. ഇനി നമ്മിൽ എത്ര പേര് അടുത്ത റമളാനിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ലാത്ത രൂപത്തിലാണ്, സാധിക്കാത്ത രൂപത്തിലാണ് മരണമെന്ന് പറയുന്ന അതിഥിയെ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹു പറഞ്ഞയക്കുക. ആ ഒരു അവധി എത്തുന്നതിന് മുന്നായി കൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയ ആയുസ് റബ്ബിന്റെ മാർഗത്തിൽ നമ്മൾ വിനിയോഗിക്കണം. ഇനി 2-3 ദിവസങ്ങളും കൂടെ നമുക്ക് മുന്നിൽ ഇൻഷാ അല്ലാഹ് ബാക്കിയുണ്ട്. ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുക, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, മറ്റുള്ള ഇബാദത്തുകളിൽ സജീവമാകുക, സ്വതക്ക നിർവഹിക്കുക, സകാത്ത് നിർവഹിക്കുക, അമലുകളിൽ ഫസ്തബിഖുൽ ഖൈറാത്ത്, സാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, സാബിഖു ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, നന്മകളിൽ പരസ്പരം ധൃതിപ്പെട്ടു വരിക, മത്സരിക്കുക എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي علم القرآن وخلق الإنسان وعلمه البيان والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ما بعد. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമളാൻ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മൻ സോമ റമളാന സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ. റമളാൻ പരിപൂർണമായി 30 ദിവസത്തെ നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചു. ഓരോ നോമ്പിനും 10 ദിവസത്തെ പ്രതിഫലമാണെങ്കിൽ 300 ദിവസം നോമ്പനുഷ്ഠിച്ച ആളെ പോലെയാണ്. പിന്നെ പറഞ്ഞു, കാന കസിയാമിദ് ദഹർ, അതിനുശേഷം വരുന്ന ശവ്വാലിലെ 6 ദിവസത്തെ നോമ്പ് കൂടെ അവൻ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഒരു വർഷം നോമ്പനുഷ്ഠിച്ച ആളെ പോലെയാണ്. ഒരു വർഷം നമ്മളെ കൊണ്ട് എങ്ങനെയും നോമ്പ് നിൽക്കാൻ കഴിയൂല, അല്ലെ? പക്ഷെ ആ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കണമെങ്കിൽ അത് ശവ്വാലിലെ ആദ്യത്തെ 6 ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണമെന്നില്ല. തെറ്റിദ്ധാരണ പലർക്കിടയിലുണ്ട്. നമുക്കിഷ്ടപ്പെട്ട സൗകര്യമുള്ള ദിവസങ്ങളിൽ അനുഷ്ഠിച്ചാലും മതി. ആ ഒരു പ്രതിഫലം കൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ കരസ്ഥമാക്കാൻ ശ്രമിക്കുക. പിന്നെ റമളാൻ കഴിയുന്നതോടുകൂടി നമ്മുടെ ബാധ്യത എന്നുള്ളത് ഫിത്ർ സക്കാത്താണ്. അത് അർഹതപ്പെട്ട ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫറള സകാത്തുൽ ഫിത്ർ മിൻ റമളാൻ, റമളാനിൽ സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കി
അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽപ്പെട്ട എല്ലാ നഫ്സുകൾക്കും, സഗീറൻ ഔ കബീർ, ചെറിയവരാകട്ടെ വലിയവരാകട്ടെ, ദക്കറിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഹർരിൻ ഔ അബ്ദിൻ, സ്വതന്ത്രനാകട്ടെ അടിമയാകട്ടെ, എല്ലാവർക്കും അത് നിർബന്ധമാണ്. ഇത് നമ്മളിങ്ങനെ കൊടുത്തു പോകുന്നുണ്ട് അല്ലെ എല്ലാ വർഷങ്ങളിലും. പക്ഷെ ഇതിനൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം എന്നറിയുമോ? സകാത്തുൽ ഫിത്ർ തുഹ്റത്തുൽ ലിസ്സായിമി മിനൽ ലഗ്വി വറഫഫ് വതുഅമത്തുൽ ലിൽ മസാകീൻ. നോമ്പ് അനുഷ്ഠിച്ചവരുടെ, അതായത് നമ്മുടെ അടുക്കൽ വന്ന എന്തെങ്കിലും സംഭവിക്കാനിടയുള്ള അനാവശ്യ പ്രവർത്തനങ്ങൾ, വർത്തമാനങ്ങൾ, ചീത്ത വാക്കുകൾ, അതിൽ നിന്നൊക്കെ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. തുഹ്റത്തുൽ ലിസ്സായിം, നോമ്പുകാരനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പറഞ്ഞു തുഅമത്തുൽ ലിൽ മസാകീൻ, അഗതികൾക്ക് ഉപജീവനവുമായി കൊണ്ടാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയത്. ആ പെരുന്നാൾ ദിവസം ആരും പട്ടിണി കിടക്കാൻ പാടില്ല. അതാണ് ഫിത്ർ സക്കാത്തിന്റെ ലക്ഷ്യം. വഅമറ ബിഹാ അൻ തുഅദ്ദി ഖബ്ല ഖുറൂജിൻ നാസ് ഇല സ്വലാത്ത്, ജനങ്ങൾ മുസല്ലയിലേക്ക് ഈദിന്റെ ദിവസം, പെരുന്നാൾ ദിവസം പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് അത് നമ്മൾ വിതരണം ചെയ്യണം. സഹാബത്തിനെ പറ്റി പറയുന്നുണ്ട്, വകാനൂ യഅതൂന ഖബ്ലൽ ഫിത്രി ബിയൗമിൻ ഔ യൗമൈൻ, പെരുന്നാളിന്റെ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് സഹാബത്ത് അത് നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. ചില പള്ളികളിലൊക്കെ അവസാന ഘട്ടത്തിലേക്ക് വെക്കും. 2-3 ദിവസം മുന്നേ നമുക്ക് കൊടുക്കുന്നത് കൊണ്ട് വിരോധമില്ല. മൻ അദ്ദാഹാ ഖബ്ല സ്വലാത്ത്, അത് നമസ്കാരത്തിന് മുന്നേ ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ സകാത്തുൽ മഖ്ബൂല, ഫിത്ർ സകാത്തിന്റെ പുണ്യം അവന് ലഭിക്കും. നമസ്കാരത്തിന് ശേഷമാണ് ഇവനൊരാൾ കൊടുത്തതെങ്കിൽ, പല ആളുകളും തിരക്കൊക്കെ നമസ്കാരത്തിന് ശേഷം ചിലപ്പോൾ കൊടുക്കുന്നവരുണ്ടാവും. അത് സ്വതക്ക മാത്രമേ ആകുള്ളൂ. സകാത്തുൽ ഫിത്റിന്റെ പ്രതിഫലം അവന് കിട്ടൂല. അതിൽ കൂടെ സമർത്ഥമായി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ പള്ളിയിലെ ഈ സക്കാത്തുൽ ഫിത്ർ, ഫിത്ർ സക്കാത്തിന്റെ പണം സ്വീകരിക്കുന്ന അവസാന തീയതിയാണ് എന്ന് ഇൻഷാ അല്ലാഹ് കൊടുക്കാൻ ബാക്കിയുള്ള ആളുകളൊക്കെ അത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കൊടുക്കുക. അരി വാങ്ങി വിതരണം ചെയ്യേണ്ടതുണ്ട്. ആ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ, നമ്മളോട് ആഘോഷിക്കാൻ വേണ്ടി പറഞ്ഞ 2 ആഘോഷങ്ങളുണ്ട്. ഒന്ന് ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാള്, ഒന്ന് ഈദുൽ അദ്ഹ, വലിയ പെരുന്നാള്. ആ ഈദുൽ ഫിത്റിന്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് പ്രവേശിക്കാൻ ഇരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, സൂമു ലിറുയതിഹി, നിങ്ങൾ മാസപ്പിറവി കാണുമ്പോൾ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. വഉഫ്തിറു ലിറുയതിഹി, അത് കാണുമ്പോൾ നിങ്ങൾ നോമ്പ് മുറിക്കുകയും വേണം. അപ്പൊ നമുക്കിന്ന് 27 നോമ്പായി. നാളെ ശനിയാഴ്ച 28, ഞായർ 29. 29 നമ്മൾ കാണുകയാണെങ്കിൽ തിങ്കളാഴ്ച നമുക്ക് പെരുന്നാളായിരിക്കും. ഇല്ല എങ്കിൽ 30 നമ്മൾ റമദാൻ തിങ്കളാഴ്ച പൂർത്തീകരിച്ച് ചൊവ്വാഴ്ച ഇൻഷാ അല്ലാഹ് പെരുന്നാൾ ആഘോഷിക്കും. അതിന്റെ സുന്നത്തുകളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഗൗനിക്കാതെ പോകരുത്. അത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് പ്രതിഫലം അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമ്മൾ കുളിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക. അതുപോലെ തന്നെ ശവ്വാൽ മാസപ്പിറവി കണ്ടത് മുതൽ പെരുന്നാൾ നമസ്കാരം ആരംഭിക്കുന്നത് വരെ നമുക്ക് ആ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ആ തക്ബീർ നമ്മൾ ധാരാളമായി ചൊല്ലണം. സയ്യിനൂ ഈദകും ബിത്തക്ബീർ, നിങ്ങൾ പെരുന്നാളിനെ നിങ്ങൾ ആഘോഷിക്കേണ്ടത് മദ്യം കൊണ്ടല്ല, ലഹരി കൊണ്ടല്ല, മാറി മാറി വരുന്ന സിനിമകൾക്ക് ക്യൂ നിന്നുകൊണ്ടല്ല, അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടല്ല, മറിച്ച് ബിത്തക്ബീർ, നിങ്ങൾ തക്ബീർ ധ്വനികളിലൂടെയാണ് പെരുന്നാളിനെ നിങ്ങൾ ആഘോഷിക്കേണ്ടത്. അതുപോലെ തന്നെ ലാ യഖ്റുജു യൗമൽ ഫിത്രി ഹത്താ യത്അം, പ്രവാചകൻ ഫിത്റിന്റെ ദിവസം എന്തെങ്കിലും കഴിച്ചിട്ടേ പോകാറുള്ളൂ. അതൊക്കെ ഒരു സുന്നത്താണ്. ചില ആളുകൾ ഞാൻ വന്നിട്ട് കഴിച്ചോളാം, ഇതിൽ അദ്ഹക്ക് നേരെ വിപരീതമായിരുന്നു. നമ്മൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടായിരിക്കണം പോകേണ്ടത്. അതുപോലെ തന്നെ നടന്നു പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. ദൂരെയുള്ള ആളുകൾക്ക് പിന്നെ വാഹനത്തിൽ വരേണ്ടി വരും. പ്രവാചകൻ പെരുന്നാളിന്റെ ദിവസം വഴികൾ വ്യത്യസ്തമാക്കിയിരുന്നു. അത് ഒരുപാട് ആളുകളെ കണ്ടുമുട്ടാനും സന്തോഷം പങ്കുവെക്കാനും ബന്ധം പുലർത്താനൊക്കെ വേണ്ടിയിട്ടാണ്. അത്തരം സുന്നത്തുകളൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിൽ നമ്മൾ ഈ ദിനം ആഘോഷിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി പെരുമാറാകട്ടെ. ഈ റമദാനിൽ നമ്മൾ ഒരുപാട് പ്രയാസം അനുഭവിച്ച ആളുകളാണ്. കഷ്ടപ്പെട്ടുകൊണ്ട് നമസ്കരിച്ച, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത, അതുപോലെ തന്നെ സ്വതക്ക നിർവഹിച്ച, സക്കാത്ത് നിർവഹിച്ച ആളുകളാണ്. അള്ളാഹു നമ്മുടെ നമസ്കാരവും മറ്റു ഇബാദത്തുകളും നോമ്പുകളും ഒക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാർ പ്രവേശിക്കുമ്പോൾ അതിലൂടെ നമുക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നോമ്പും വിശുദ്ധ ഖുർആനും നാളെ സ്വാഇമീങ്ങൾക്ക്, നോമ്പുകാർക്ക് ശുപാർശ പറയുമ്പോൾ ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ നാം കാത്തു സൂക്ഷിച്ച, ആർജിച്ചെടുത്ത തഖ്വ നിലനിർത്താൻ, തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് പ്രയാസപ്പെടുന്നുണ്ട്. അവരുടെ പ്രയാസം അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അള്ളാഹു അവരുടെ കടം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഒരുപാട് രോഗികളുണ്ട്. അള്ളാഹു അവരുടെ രോഗത്തിന് പരിപൂർണ ശമനം നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്. അള്ളാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم ادخلنا الجنة اللهم أجرنا وأجر والدينا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آل محمد آمين آمين برحمتك يا